റീന. നിറഞ്ഞ കയ്യടി തന്നെ വേണം. കാരണം ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ച് വൃദ്ധസംഘടന നടത്തുന്ന ഇനിയും പൂക്കുന്ന നമ്മൾ ഈ പരിപാടിയിലാണ് പ്രായത്തെ മറികടന്ന് അവർ പങ്കെടുത്തത്. തീർച്ചയായും അങ്ങേയറ്റം അഭിനന്ദനം അറിയിക്കുന്ന ഈ ഒരു കലാകാരന്മാർക്കും കലാകാരികൾക്കും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ വേദിയിൽ അവാർഡ് ഏറ്റുവാങ്ങുന്നു റീന. അടുത്തതായി ക്ഷണിക്കുന്നു മഞ്ജുള. മഞ്ജുള കയ്യടി പോരാ. നമ്മുടെ പ്രിയപ്പെട്ട കാണികൾ എല്ലാവരും തന്നെ കലാസ്നേഹികളാണ്. ഈ പ്രായത്തിലും അതെല്ലാം മറികടന്ന് അവർ വേദിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിർമ്മല. കയ്യടി പോരാ. വേദിയിൽ അവാർഡ് വാങ്ങുന്നു നിർമ്മല. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു ശോഭന. ക്ഷണിക്കുന്നു ഗംഗ യമുന. സ്വാഗതം ചെയ്യുന്നു രമണി. തീർച്ചയായും ഇനിയും പൂക്കട്ടെ. നമ്മൾക്ക് വിശിഷ്ടാതിഥിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്നാണ് പറയുന്നത്. വേദി റീന, മഞ്ജുള, നിർമ്മല, ശോഭന, മിനി, ഗംഗ യമുന, രമണി. അടുത്തതായി ഒരു കുഞ്ഞു കലാകാരിയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സ്കൂൾ സബ് ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടിയ നേഹ. സ്കൂൾ സബ് ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേഹ. വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ആദിത്യ. മുനിസിപ്പാലിറ്റി ജില്ലാ സംസ്ഥാന തലത്തിലും കേരള സർക്കാർ നടത്തുന്ന കേരളോത്സവത്തിലും ഭരതനാട്യം 1ാം സ്ഥാനം, ഏഷ്യൻ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ 1ാം സ്ഥാനം. വേദിയിൽ ആദിത്യ. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സുമ ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഔദ്യോഗിക പദവിയിൽ നിന്നും വിരമിച്ചവരുടെ സംഘടന നടത്തുന്ന ഇനിയും പൂക്കുന്ന നമ്മൾ എന്ന കലോത്സവത്തിൽ പ്രായത്തെ മറികടന്ന് മോഹിനിയാട്ട മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട സുമ ടീച്ചർ. അടുത്തതായി ക്ഷണിക്കുന്നു അലൈന. അലൈന ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേരേണ്ടതാണ്. 2018 പ്രളയം വന്ന സമയത്ത് നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വലിയ ഒരു ദുരന്തം നമ്മൾ നേരിട്ടത്. ആ കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ മുഹാദ് ഗംബായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദുബായിൽ റേഡിയോയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹം എഴുതിയൊരു കവിത 12 വരിയുള്ളൂ. ഈ കവിത വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടു. ആ കവിത ഞാനും പാടിയിരുന്നു. ഞാനും പാടിയത് യൂട്യൂബിലുണ്ട്.
സിനിമാ രംഗത്തുള്ള മമ്മൂക്ക അടക്കമുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ച് അഭിനന്ദിച്ച ഒരു കവിതയാണ്. ഈ ഒരു മൂഡിൽ ആ കവിത പാടാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ആ കവിത ഒന്ന് പാടുകയാണ്. നിങ്ങളെല്ലാവരും നല്ല മനസ്സോടെ ആ കവിതയെ കേൾക്കുക, നല്ല കണ്ണുകൊണ്ട് കാണുക, നല്ല കാതുകൊണ്ട് കേൾക്കുക, നല്ല മനസ്സുകൊണ്ട് ആസ്വദിക്കുക. ഓക്കെ, ഒരിത്തിരി കൂടി ഗെയിം കൊടുക്കും. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. അന്നവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാലിമാർന്നോരുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. അന്നവിടെ മതിലില്ലാർന്നേ, നടവഴിയുടെ വഴി നൂറുണ്ടാർന്നേ, 4 മണി പൂവുണ്ടാർന്നേ, നല്ലൊരു ചൊല്ലിന് വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറുമൊരു കനവാണോ? ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ? അത് വെറുമൊരു കനവാണോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ
കിളിവരുമാർന്നേ കിളികൾ പാടണ കിളികൾ പാടണ പാട്ടുണ്ടേ കിളികൾ പാടണ പാട്ടുണ്ടേ. ഇങ്ങനൊരു നാട് നമുക്കുണ്ടായിരുന്നു എന്ന് പഴയ തലമുറയ്ക്ക് പറയാം. പുതിയ തലമുറ ചിന്തിക്കണം ഇങ്ങനൊരു നാടിനെ കുറിച്ച്.